പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ ഈ വർഷത്തെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട പുതിയ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടാൻ പോകുന്നത്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടൈം 1 2025 and 26. ആദ്യം തന്നെ ഇതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ടീച്ചർ ഒന്ന് വായിച്ചേക്കാം. നിങ്ങൾ എപ്പോഴത്തെയും പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് നോക്കാറുണ്ടെങ്കിലും ടീച്ചർ ഒന്നും കൂടി പറഞ്ഞേക്കാം. എന്താണ് ഇൻസ്ട്രക്ഷൻ നോക്കാം. 15 minutes is given as school of time. Use this time to read and understand the question and plan answers accordingly. 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് വൃത്തിയായി ഭംഗിയായി ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കി അതിന് പറ്റുന്ന ആൻസറുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ടൈമിൽ ചെയ്യേണ്ടത്. ആൻസർ ഓൾ ദ 6 ക്വസ്റ്റ്യൻ. ആകെ 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 6 എണ്ണത്തിന് കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുക. കാരണം ഇതിന് മുന്നേ 8 ആക്ടിവിറ്റി തന്നിട്ട് അതിൽ 6 എണ്ണം എഴുതാനായിരുന്നു ചോദ്യമെങ്കിൽ ഈ പ്രാവശ്യം ആകെ 6 ചോദ്യങ്ങളാണുള്ളത്. 6 ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ ഉത്തരം നൽകിയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1 to 6 ഹാവ് ഇന്റേണൽ ചോയ്സസ് 1A, 1B, 6A and 6B. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ A, B സെക്ഷനുണ്ട്. അതുപോലെ 6ാമത്തെ ചോദ്യത്തിലും A, B സെക്ഷനുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാവും. ആൻസർ ടു എനി വൺ ഓഫ് ദ സബ് ക്വസ്റ്റ്യൻസ് A or B അണ്ടർ ഇറ്റ്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. കേട്ടല്ലോ. മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ടീച്ചർ ഒന്ന് പറഞ്ഞേക്കാം. ആകെ സമയത്തിൻ്റെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ചോദ്യങ്ങളുടെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം. 6 ചോദ്യങ്ങളാണ് ആകെ ഉണ്ടാവുക. അതിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിരിക്കണം. 1, 6 എന്നിവയിൽ ഓരോന്നിന് 2 ചോദ്യങ്ങൾ വീതമുണ്ട്. അതിൽ ഓരോന്ന് വീതം എഴുതിയാൽ മതി. അതായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഉണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതിയാവും. ഒന്നാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. 1Aയും 1Bയും. ഇവയിൽ ഒരെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ചോദ്യം നമ്പർ 1 എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ചിത്രത്തിൽ BC, PQ, XY എന്നിവ സമാന്തരങ്ങളാണ്. അതായത് ചിത്രം കാണാമോ നിങ്ങൾക്ക്? പാരലലാണ്. എന്താണ് ഇത്? ഇച്ചിരി ചിത്രം വലുതാക്കി കാണിക്കാം. കണ്ടല്ലോ. ഇതിനകത്ത് എല്ലാ റോയും, അതായത് XY, PQ, BC എന്നിവ സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. അങ്ങനെയെങ്കിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് BXYയുടെ അളവെന്ത്? ആംഗിൾ BXY. അപ്പോൾ ആംഗിൾ BXY എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ BXY, അതായത് ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. BXY, ഈ ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിപ്പോൾ സമാന്തര വരകളാകുമ്പോൾ പാരലൽ ലൈൻസ് ആണെങ്കിൽ എന്താണ്? വലിയ സ്മോൾ ആംഗിൾസ് ആർ ഈക്വൽ എന്നല്ലേ? ഇത് സ്മോൾ ആംഗിൾ ആണല്ലോ. ഈ ആംഗിളും ഈക്വൽ ആണ്. സോ ഇവിടെ 110 വന്നാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ എത്രയാണ്? ഇവിടെ 70 ആണ് വരേണ്ടതല്ലേ? അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരും? 70 തന്നെ വരില്ലേ? ശരിയല്ലേ? ഇവിടെയുള്ള ആംഗിൾ എന്താണോ അത് തന്നെയായിരിക്കും എന്ത്? ആംഗിൾ BXY എന്ന് പറയുന്ന ഈ ആംഗിളാണ് കേട്ടോ. അതായത് ബിയിൽ തുടങ്ങി എക്സിലെത്തി വൈയിൽ അവസാനിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ ഈ 2 ആംഗിളും സെയിം ആണ് അല്ലേ? ചെറിയ ഓൾ ആംഗിൾസ് ഇൻ പാരലൽ ലൈൻസ് എന്താണ്? സ്മോൾ ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ലാർജ് ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് 110 ആണെങ്കിൽ നമുക്കറിയാം ലീനിയർ പെയർ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് 70 എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? ഇത് 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും എന്ത് തന്നെ വരും? 70. അപ്പോൾ BXYയുടെ ആൻസർ എന്ത് വരും? BXYയുടെ ആൻസർ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? അതുപോലെ XYDയുടെ അളവ്. XYD ഏതാണ്? ഈ XYDയുടെ അളവ്. ഈ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ 80 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് ആംഗിൾ? ഇതെന്ന് പറയുന്നത് 100 ആയിരിക്കുമല്ലോ. ഉറപ്പല്ലേ? അപ്പോൾ ഇതും എന്ത് തന്നെ വരും? ഇതും 100 വരുമല്ലോ. 100, 80, 180 ആണെങ്കിൽ ഇതും. അപ്പം ആംഗിൾ XYZൻ്റെ അളവെന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ XYയുടെ അളവെന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ആംഗിൾ ആറിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആംഗിൾ ആർ ഇപ്പോൾ ഇവിടെ ഏതാണ്? ഇതല്ലേ ആംഗിൾ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ ആർ എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പം ഇത് 80 ആണെങ്കിൽ ഇതും 80 ആയിരിക്കുമല്ലോ.
ശരിയല്ലേ? ഇവിടെ ഈ രണ്ട് ആംഗിളും സെയിം ആണ്. സോ ഇത് 80 വരും. ഇത് 80, ഇത് 70 ആണ്. 8, 7, 15, 150 ഇത് മൊത്തം വന്നു. സോ ആകെ ഈ ട്രയാങ്കിൾ മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 ആണെന്നറിയാം. അപ്പോൾ ഇത് എത്ര വരണം? അത് 30 വരണം. എങ്കിലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 180 വരുള്ളൂ. സോ ആംഗിൾ ആർ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ചോദിച്ചിരിക്കുന്നത് ത്രികോണം പി ക്യു ആറിലെ ഏറ്റവും വലിയ കോൺ ഏതാണ്? ത്രികോണം പി ക്യു ആറിലെ ഏറ്റവും വലിയ കോൺ ഇതെന്ന് പറയുന്നത് ഒന്ന് മായ്ച്ചിട്ട് ചെയ്യാമേ. പറഞ്ഞിരിക്കുന്നത് ത്രികോണം പി ക്യു, അതായത് ത്രികോണം പി ക്യു ആർ, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന ഈ ത്രികോണത്തിലെ ഏറ്റവും വലിയ ആംഗിൾ ഏതാണ്? അപ്പോൾ ഇത് 80 വന്നിട്ടുണ്ട്. ഇത് 110 ആണെങ്കിൽ ഇത് 70 അല്ലേ? അതായത് എന്താണ്? കോ-ഇൻറ്റീരിയർ ആംഗിൾസ്. വലിയ ആംഗിളും ചെറിയ ആംഗിളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180 എന്ന് പഠിച്ചുകൊണ്ട് ഇത് 70, ഇത് 80, ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത് എത്രയായിരുന്നു? മറന്നല്ലോ ഞാൻ. എത്രയായിരുന്നു? ഇത് 70, ഇത് 80, സോറി ഇത് 30 അല്ലേ? അപ്പോൾ ആംഗിൾ ആർ എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഇതിലേത് ഏറ്റവും വലുത്? ഏറ്റവും വലുത് ഇതല്ലേ? ആംഗിൾ ക്യൂ ആണ് ഏറ്റവും വലുത്. അപ്പോൾ ത്രികോണം പി ക്യു ആറിലെ ഏറ്റവും വലിയ കോൺ എന്ന് പറയുന്നത് ആംഗിൾ ക്യൂ എന്ന് മാത്രം നിങ്ങൾ പറയരുത്. സി അല്ലെങ്കിൽ ആർ ക്യു പി എന്ന് പറഞ്ഞാൽ ആംഗിൾ ആർ ക്യു പി. ക്യൂ എന്ന് പറഞ്ഞാലും തെറ്റൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും നിങ്ങൾ പറയുമ്പോൾ ആംഗിൾ ആർ ക്യു പി എന്നങ്ങ് പറഞ്ഞു. ഓക്കെ. അടുത്ത ചോദ്യം ഈ ഓപ്ഷൻ ഇ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ തുല്യമായ കോണളവുള്ള ജോഡി ഏത്? അതായത് ഒരേ കോണളവ്. ഇപ്പോൾ നോക്ക്, ഈ സൈഡിലുള്ള എല്ലാ വലിയ ആംഗിളും 100 ആണ്. ഈ സൈഡിലുള്ള എല്ലാ വലിയ ആംഗിളും 110. ഇത് 110 ആയിരിക്കും. ഇതിന് താഴെയുള്ള ഇത് 110 ആണ്. ഇത് 110 ആണ്. മുകളിലുള്ള ഇത് 70, ഇത് 70, ഇത് 70, അങ്ങനെ പോകും. അപ്പം ഏതൊക്കെ ജോഡികളാണ് ഒരേ അളവുള്ളത്? അപ്പോൾ ആംഗിൾ എക്സ് പി ക്യൂ, എക്സ് പി ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഈ എന്ന് പറയുന്നത് 110 ആണ്. അപ്പം പി വൈ ക്യൂ, പി ക്യു വൈ ഇത് 100 ആണ്. ഇത് 110, ഇത് 100, സെയിം അല്ല. അപ്പോൾ ഇതല്ല. അടുത്ത് പി ബി സിയും എക്സ് പി ക്യൂവും. പി ബി സി എവിടെ? പി ബി സി ഇത് 110 ആണ്. അടുത്ത എക്സ് പി ക്യൂ, എക്സ് പി ക്യൂ ഇത് 110 ആണ്. അപ്പോൾ ഇത് 110. അപ്പോൾ ഇത് എന്താണ്? ശരിയായ ജോഡിയാണ്. പി ക്യു സി 80 ആണ്. ബി സി ക്യൂ അത് 100 ആണ്. അത് ശരിയായ ജോഡിയല്ല. താഴെ തന്നിരിക്കുന്നത് തുല്യമായതെന്നൊരു വാക്കുണ്ട് കേട്ടോ, ഒരുപോലെ ഉള്ളത് എന്നാണ് ചോദ്യം. അടുത്തത് ആർ ബി സി എന്ത് ചെയ്യും നോക്കാം. ആർ ബി സി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇവിടെ 70 ആണ്. ആർ സി ബി എന്ന് പറയുന്നത് 80 ആണ്. അപ്പം ഇതും ശരിയായ ജോഡിയല്ല. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഒന്നാമത്തെ ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു എങ്കിൽ മറ്റത് ചെയ്യണമെന്നില്ല. ചെയ്തു എന്ന് വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഒരെണ്ണത്തിൻ്റെ മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. എന്താണ് ചോദ്യം? ചിത്രത്തിൽ എ ബി സി ഡി എന്നീ വരകൾ സമാന്തരമാണ്. എ ബിയും സി ഡിയും പാരലൽ ലൈൻസ് ആണ്. ഇ ജി എച്ച് 50 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. കാണാമോ നിങ്ങൾക്ക്? ഇ ജി എച്ച് കണ്ട? ഇ ജി എച്ച് എന്ന് പറയുന്നത് 50 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആംഗിൾ ജി ജെ ഡി എന്ന് പറയുന്നത് 125 എന്ന് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ഇ എഫ് ജി എന്നത് 50 ആണ്. ജി എച്ച് ജെയുടെ അളവെന്ത് ചോദിച്ചിട്ടുണ്ട്. ജി എച്ച് ജെയുടെ അളവെന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഇതിൽ സമാന്തര പാരലൽ ലൈൻ ആണല്ലോ. പാരലൽ ലൈനിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ കോണുകളെല്ലാം തുല്യമാണ്. സോ ഇതെന്ത് വരും? ഇത് 50 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും 50 ആണല്ലോ. ഈ ആംഗിൾ എന്ന് പറയുന്നത് 50 ആയിരിക്കും. ഇവിടെ ഇതാ കേട്ടോ. ജി ജെയുടെ അളവെന്ന് പറയുന്നത് 50. സംശയമില്ലല്ലോ.
ഇത്രയും ചെറുതാക്കി എഴുതുമ്പോൾ ടീച്ചറിൻ്റെ വിരൽ കൊണ്ടത് മറഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് അത് എഴുതാത്തപ്പോൾ GHJ അല്ലെങ്കിൽ JHG എങ്ങനെ എഴുതി പറഞ്ഞാലും കുഴപ്പമില്ല. ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അടുത്തത് HGJയുടെ അളവെന്ത്? HGJയുടെ അളവ് ഏതാണ്? HGJയുടെ അളവ്. അപ്പോൾ നോക്കുക, ഇത് 125 ആണെങ്കിൽ ഇത് എത്ര വരും എന്നറിയോ? ഇത് രണ്ടും കൂടെ ഈ വലിയ ആംഗിളും ചെറിയ ആംഗിളോടെ കൂട്ടിയാൽ വരുന്നത് 180 അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ അളവ് കണ്ടുപിടിക്കാനായിട്ട് 180 നിന്ന് 125 മൈനസ് ചെയ്താൽ മതിയല്ലോ. 5 7 2 പോയാൽ 5. സോ ഈ ആംഗിൾ എന്ത് വരും? 55 വരും. ഓക്കെ, മനസ്സിലായോ? ഇത് ടീച്ചർക്ക് ചെറുതായിട്ട് എഴുതാൻ പറ്റില്ല. 55 ഡിഗ്രിയാണ്. അതായത് ഏതാണ്? HGJ. ഈ ആംഗിൾ 55 എന്നും ഇത് 50 എന്നും കിട്ടി. അപ്പോൾ ഇത് 3 കൂട്ടിയാൽ നമുക്കറിയാമല്ലോ 180 ആണ്. അതായത് 50ഉം 55ഉം ഏതോ ഒരു ആംഗിളൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഇത് ഏത് വരും? 5 5 5 10 105 കഴിഞ്ഞാൽ ബാക്കി 180 വരെ ഏത് വന്നാൽ മതി? 75 വന്നാൽ പോരെ. സോ ഇതിൻ്റെ അളവ് 75 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? പരീക്ഷയ്ക്ക് ശരിക്കും നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിൽ ചോദ്യം വരും കേട്ടോ. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി വേണം ആൻസറിലേക്ക് നിങ്ങൾ നടന്ന് കയറാൻ കേട്ടോ. നന്നായിട്ട് എല്ലാം ചെറിയ ആംഗിൾ, വലിയ ആംഗിൾ, ട്രയാങ്കിൾസ് ആൻഡ് പ്രോപ്പർട്ടി, അതുപോലെ 2 ആംഗിൾസിൻ്റെ പുറത്ത് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ കണ്ടീഷൻസ്, അതെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ കേട്ടോ. അടുത്ത ഓപ്ഷൻ സി, HGJക്ക് തുല്യമായ മറ്റൊരു കോൺ എഴുതുക. HGJക്ക് അതായത് ഇതിന് തുല്യമായിട്ട് വരുന്ന വേറൊരു കോൺ ഏതാണെന്ന് എഴുതുക എന്ന് പറയുന്നത് 75ന് തുല്യമായ മറ്റൊരു കോൺ. ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 75 നമുക്ക്, അതായത് HGJ എന്ന് പറയുന്നത് 75ആണ്. ഇത് 50 ആണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഫുള്ള് 180 ആണല്ലോ. അപ്പോൾ ഇത് 75ഉം 50ഉം വന്നു കഴിയുമ്പോൾ 125ആയി. അപ്പോൾ ഇതെന്ത് വരും? ഇതെന്ന് പറയുന്നത് 55 വരും അല്ലേ? ഇത് 55ആണ്. 55ഉം 50ഉം വരുമ്പോൾ ഇത് എത്ര വരും? ഇത് 75. സോ ഏതാ വരുന്ന ആംഗിൾ? ആംഗിൾ FEG ആണ്. എന്ത്? FEGയുടെ അളവ് 75ആണ്. ആംഗിൾ FEGയുടെ അളവ് എന്താണ്? 75 തന്നെയായിരിക്കും. ഓക്കെ, ഞാനതൊന്ന് വരച്ച് കാണിക്കാം നിങ്ങളെ. അതായത് നമുക്ക് ചെയ്തു വന്നപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 50 കടന്നായിരുന്നു. ഇതവിടെ 50 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കണ്ടെത്തിയത് ഇത് 125 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് കിട്ടി. എത്രയെന്ന് കിട്ടി? 55 കിട്ടി. 50ഉം 55ഉം വരുമ്പം നമുക്ക് 50 പ്ലസ് 55 എന്ന് പറയുമ്പം 105 വന്നു. സോ 180 നിന്ന് 105 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 75. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ ഈ ആംഗിളിന് തുല്യമായ ആംഗിൾ എവിടെ ഉണ്ടെന്നായിരുന്നു അടുത്ത ചോദ്യം. അതായത് 75 വരുന്ന എവിടെ? അപ്പോൾ നോക്കുക, ഇത് 75 ഇത് 50 അല്ലേ? 75 50 എത്രയാണ്? 75ഉം 50ഉം 125 വരും. അപ്പോൾ ഇവിടെ ബാലൻസ് വരുന്നത് ഇത് 55 അല്ലേ? വീണ്ടും 50 55 വന്നാൽ ഇതെന്ത് വരും? 75 വരും. സോ ഈ ആംഗിളാണ് എന്തിന് തുല്യം? ഈ ആംഗിളിന് തുല്യമായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇത് 75 ആണ്, ഇതും 75 ആണ്. അതാണ് ടീച്ചർ ചിത്രത്തിൽ കാണിച്ചത്. എന്ത് ആംഗിൾ? ഈ ആംഗിൾ FEG ആയിരിക്കും 75 ഡിഗ്രി. ക്ലിയർ അല്ലേ? അതുപോലെ ഓപ്ഷൻ ഡി പറയുന്നത് ആംഗിൾ AEFൻ്റെ അളവെത്ര? ആംഗിൾ AEF ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഈ സൈഡ്? ഇത് 75 ആണെന്ന് നമുക്ക് കിട്ടിയെങ്കിൽ ഇത് എത്ര വരും? ഇത് 105 ആണെന്നുള്ള ഉറപ്പല്ലേ? അല്ലേ? ഇതെന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരണമെങ്കിൽ ഇത് എത്ര വരണം? 105 വരണം. സോ ആംഗിൾ 105 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? 105 ആയിരിക്കും ആംഗിൾ AEFൻ്റെ അളവ്. അടുത്ത ഓപ്ഷൻ ഇ ആണ്. ചുവടെയുള്ള ചിത്രത്തിലെ 2 സമാന്തര വരകൾക്കിടയ്ക്കുള്ള ത്രികോണങ്ങളുടെ കോണുകളെക്കുറിച്ച് സുരഭി എഴുതിയ ചില പ്രസ്താവനകൾ നോക്കുക. ഓപ്ഷൻ ഇയിൽ പറഞ്ഞിരിക്കുന്നത് 2 പാരലൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 2 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്.
ആംഗിൾ എ ബി ഡി, ആംഗിൾ എ ബി ഡി കോമ ആംഗിൾ ബി എ ഡി, ഇത് ഈ ആംഗിൾ എന്നീ കോണുകളുടെ അളവുകൾ തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുക. അത് ശരിയാണോ എന്ന് നമ്മൾ നോക്കണം. അപ്പം ഇതെങ്ങനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഈ പ്രസ്താവനകളൊക്കെ നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ആംഗിളും നമ്മൾ കണ്ടെത്തി വയ്ക്കുക ആദ്യം. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഈ പ്രോബ്ലം ഈസി ആകാനുള്ള ഒരു എളുപ്പമാർഗം. മനസ്സിലായോ? അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഈ ആംഗിള് ഇങ്ങനെ ഒരു ചിഹ്നം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിത് റൈറ്റ് ആംഗിളാണ്. സോ ഇതെന്താണ്? ഇത് 90 ഡിഗ്രിയാണെന്ന് അറിയാലോ. ഇത് 90 ഡിഗ്രി വരും. പിന്നെ നമുക്ക് ചെയ്യാം, ഇത് 90 ഡിഗ്രി വന്നിട്ടുണ്ട്, ഇത് 40 ആണ്. ഇവിടെയും 90 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 50 ആയിരിക്കുമല്ലോ. 50, 40, 90, 90, 180. ഓക്കെ, ഇത് 40 വന്നു. അപ്പോൾ ഇത് നമുക്ക് 50 എന്ന് എഴുതാമല്ലോ. ദെൻ ഇത് 50 ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ്? ഇത് 40 ആയിരിക്കുമല്ലോ അല്ലേ? അതുപോലെ ഇത് 50 ആയിരിക്കും. അപ്പോൾ എല്ലാ ആംഗിളും നമ്മൾ കണ്ടെത്തി വെച്ചു. ഇനി നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇവിടെയും കൂടെ നോക്കാം. ഇത് എത്രയാണ്? ഇത് 40 വരും കേട്ടോ. ഇതിൻ്റെ പുറത്ത് വരുന്നത് 40 ആയിരിക്കും. അപ്പോൾ എ ബി ഡി ബി എ ഡി എന്നീ കോണുകളുടെ അളവുകൾ എ ബി ഡി ബി എ ഡി എന്നീ കോണുകളുടെ അളവുകൾ തുല്യമാണോ? എ ബി ഡി 50 ആണ്, ബി എ ഡി 40 ആണ്, തുല്യമല്ല. അപ്പം ഇത് ശരിയായ പ്രസ്താവനയാണ്, ഇത് തെറ്റായൊരു പ്രസ്താവനയാണ്. അടുത്തത് ബി എ ഡി എ സി ഡി എന്നീ കോണുകളുടെ അളവുകൾ തുല്യമാണ്. ബി എ ഡിയും എ സി ഡിയും ഇത് 40 ആണ്, ഇത് 40 ആണ്. ആ പ്രസ്താവന ശരിയാണ് കേട്ടോ. അടുത്തത് ആംഗിൾ എ ബി ഡി ആംഗിൾ ഡി എ സി എന്നീ കോണുകളുടെ അളവുകൾ തുല്യമാണ്. എ ബി ഡി ആംഗിൾ എയിൽ തുടങ്ങി ബിയിലെത്തി ഡിയിലെത്തി, അത് 50 ആണ്. ആംഗിൾ ഡി എ സി അതും 50 ആണ്. സോ ഈ പ്രസ്താവനയും ശരിയാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, ആംഗിൾ എ ബി സി ആംഗിൾ എ സി ബി, ഇത് 50ഉം നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ എ ബി സിയും എ സി ബിയും തുല്യമാണ്. ഇത് 50ഉം ഇത് 40ഉം. അപ്പം എന്നീ കോണുകളുടെ അളവുകൾ തുല്യമാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. അവിടെ നമ്മൾ തെറ്റ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പ്രോബ്ലം അവസാനിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ വീണ്ടും താഴേക്ക് പോവാണ്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 2ഉം ശരിയാണ്. 1, 2 ശരിയാണോ? 1 ശരിയാണ്, 2 തെറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. 2ഉം 3ഉം ശരിയാണോ? 2ഉം 3ഉം ശരിയല്ല. 3ഉം 4ഉം ശരിയാണോ? 3ഉം 4ഉം ശരിയല്ല. 1ഉം 4ഉം ശരിയാണോ? 1ഉം 4ഉം ശരിയല്ല. അപ്പോൾ ഇത് ഓപ്ഷൻ എ തെറ്റാണ്. 2ാമത്തത് ശരിയാണ്, 3ാമത്തത് ശരിയാണ്, 4ാമത്തത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ് എന്നുള്ളത് ശരിയല്ല. 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണെന്നുള്ളതാണ് കറക്റ്റായ ഉത്തരം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അതേ ടീച്ചറുടെ കയ്യിൽ നിന്ന് ഇത് പെട്ടെന്ന് കൈ തട്ടിയത് മാറിപ്പോയിരുന്നത് ടീച്ചർക്ക് ഒരു കൺഫ്യൂഷൻ വന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പറയാം. ഫസ്റ്റ് വൺ, ഇത് പിള്ളേരെ ഇത്തരം ക്വസ്റ്റ്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഇപ്പം നീറ്റ് പോലുള്ള എക്സാംസിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയുള്ള ചോദ്യങ്ങൾ വരും. അതിൽ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ തന്നെ അവസാനത്തെ ഓപ്ഷൻ കണ്ടല്ലോ, ഓപ്ഷൻ ഈ മോഡൽ ചോദ്യങ്ങളാണ് നിങ്ങളുടെ ബുദ്ധിശക്തി പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. വേഗം ഒന്ന് കണ്ട് അതിൻ്റെ ഉത്തരം എഴുതി അങ്ങനെയല്ല, നമ്മൾ അതിൽ നിന്നും അതിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ കറക്റ്റായ ഉത്തരത്തിലേക്ക് ലാസ്റ്റിൽ എത്തിച്ചേരണം. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ സ്ഥിരമായി നമ്മളിനി മുന്നോട്ട് ഈ രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് മാറിക്കോളും കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1.
1-ൽ എ ആൻഡ് ബി 2 ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ മതിയാവും. ആ ഒന്ന് ചെയ്യുന്നത് പർട്ടിക്കുലറായിട്ട് 5 ഓപ്ഷൻസ് ഉണ്ട്. 5 ഓപ്ഷന് കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ 5 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ബി സി പി ക്യു ആൻഡ് എക്സ് വൈ ആർ പാരലൽ എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബി എക്സ് വൈ? ബി എക്സ് വൈയുടെ മെഷർമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ബി എക്സ് വൈയുടെ മെഷർ ഇപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ നമുക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞത് പാരലൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് 70 കിട്ടും. സോ അതേ മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും എന്ത് ആംഗിൾ ചോദിച്ചിരിക്കുന്ന ആദ്യത്തേത് ബി എക്സ് വൈ അല്ലേ? ബി എക്സ് വൈ. അപ്പോൾ ഈ ആംഗിളും എന്ത് തന്നെ വരും? ഇതും ആംഗിൾ 70 ആയിരിക്കും. ക്ലിയർ അല്ലേ? അതുപോലെ വാട്ട് ഈസ് എക്സ് വൈ ഡി ചോദിച്ചിട്ടുണ്ട്. ആംഗിൾ എക്സ് വൈ ഡിയുടെ അളവ് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് 80 ആയതുകൊണ്ട് ഇത് 80 ആണെങ്കിൽ ഇത് 100 ആണല്ലോ, ഉറപ്പല്ലേ? അപ്പം ഇതും എന്ത് വരും? ഇതും 100 തന്നെ വരും. ക്ലിയർ അല്ലേ? പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ആറ് ചോദിച്ചിട്ടുണ്ട്. സോ എന്ത് പറയാം? ഇത് 80 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെയും 80 വരും അല്ലേ? ഇവിടെ 80 വരും. സോ 8, 7, 15, 150 ആണ് മൊത്തം. ഒരു ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിളിൻ്റെ 3 ഇതും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ 150 വന്നാൽ ബാക്കി ഇവിടെ എത്ര വരണം? 30 ഡിഗ്രി വരണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ ആശയങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതുപോലെ അമംഗ് ദ പെയർ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള ജോഡിയെന്ന് ചോദിച്ചിരുന്നു. അപ്പം അത് ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇച്ചിരി വേഗം പോയത്. ഇവിടെ അതേ ആശയങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഈ ചോദ്യങ്ങളുടെ ഉപചോദ്യങ്ങൾ നമ്മൾ നോക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളെക്കൊണ്ട് ഇതിനകത്ത് കണ്ടെത്താൻ പറ്റുന്ന എല്ലാ ആംഗിൾസും ആദ്യം കണ്ടുപിടിക്കുക. എല്ലാ ആംഗിൾസും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഈ സബ് ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് മുഴുവൻ ടീച്ചർ പറഞ്ഞിരുന്നു. ഒന്ന് ബാക്കിലേക്ക് അടിച്ച് നോക്കിയാൽ മതി, ക്ലിയർ ആവും കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മെഷർ ഓഫ് ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ ഡി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടെത്തി വയ്ക്കുക. ഇപ്പോൾ ഇത് 90 വന്നു, ഇത് 50 ആയതുകൊണ്ട് ഇവിടെ 50 വന്നു, അപ്പോൾ ഇവിടെ 40 വന്നു. അങ്ങനെ വേഗം നമ്മൾ മൊത്തം ആംഗിൾസും കണ്ടെത്തി വെച്ചതിന് ശേഷം വേണം ഈ ആൻസറിലേക്ക് പോയിട്ട് ഈ ആൻസറിന് പറ്റിയ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് ഓപ്ഷൻ എ 1ഉം 2 ആണോ ശരി, 2ഉം 3ഉം ആണോ ശരി, അപ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ നോക്കി എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പോകാൻ. ക്ലിയർ അല്ലേ? അടുത്ത നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഈസ് ഗിവൺ ബിലോ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇഫ് 8 liters ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 6 identical bottles, each bottle contain 8/6 liters of milk. Reason, 8/6 means 6 equally divided by 8. Examine the statement and reason. Find which is correct. Both the statement and reason are correct. Statement is wrong. Reason is correct. Statement is correct. Reason is wrong. Both the statement and reason are not correct. ശരിക്കും ഞാൻ ഈ പറയുമ്പം തന്നെ നിങ്ങളുടെ തലയിലെ കിളി പോകുന്നുണ്ടായിരിക്കും അല്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ റെക്റ്റാങ്കിൾ ആൻഡ് ഷോ 3/5 പാർട്ട് ഓഫ് ഇറ്റ്സ് 1/3 പാർട്ട് ബൈ ഷെയ്ഡിങ് ഇറ്റ്. ഇതൊന്ന് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കുന്നില്ല, റെക്റ്റാങ്കിൾ വരച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്തത് ആ ക്വസ്റ്റ്യനാണിത് കേട്ടോ. ഇത് ഞാൻ മിഡ് ടൈമിന് നിങ്ങൾക്ക് തന്നിട്ട് കൂടി നിങ്ങൾ തെറ്റിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എക്സാമിന് തെറ്റിക്കാതെ ചെയ്തോണം. Then area of a rectangular shaped plot is 384 square meters. There is a garden inside the plot which has an area 5/12 part of the plot. Find the area of the garden എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാർഡൻ്റെ ഏരിയ മാത്രം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മലയാളം മീഡിയം ക്വസ്റ്റ്യനും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഒരു പ്രസ്താവനയും കാരണവും കൊടുത്തിരിക്കുന്നു. പ്രസ്താവന 8 ലിറ്റർ പാല് ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചാൽ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് 8/6 ലിറ്റർ ആണ്. അത് ശരിയാണല്ലോ. 8നെ 6 തുല്യ ഭാഗങ്ങളാക്കാൻ പറഞ്ഞാൽ 8 × 1/6, 8ൻ്റെ 6/1 ഭാഗം. അങ്ങനെയാണല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. 8ൻ്റെ 6/1 ഭാഗം അല്ലെങ്കിൽ
1/6 ഓഫ് 8. അപ്പം നമ്മൾ 8 × 1 സോ 8/6 ലിറ്റർ എന്ന് വരും. ഇപ്പം ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു പ്രസ്താവനയാണ്. പ്രസ്താവനയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ഈ പ്രസ്താവന കറക്റ്റാണ്. ഇനി കാരണം പറഞ്ഞിട്ടുണ്ട്. 8/6 എന്നാൽ 6നെ 8ആയി ഭാഗിച്ചതിൽ 1 8/6 എന്നാൽ 6നെ 8ആയി ഭാഗിച്ചതിൽ 1. അവിടെ ഒരു തെറ്റ് സംഭവിച്ചോടാ പിള്ളേരെ? നോക്കാം. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ചുവടെയുള്ളവയിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. പ്രസ്താവനയും കാരണവും ശരിയാണ്. രണ്ടും ശരിയാണോ? എനിക്ക് തോന്നുന്നു ഇവിടെ 8നെ 6ആയി ഭാഗിക്കണം എന്നല്ലായിരുന്നോ വേണ്ടിയിരുന്നത്? 6നെ 8ആയി ഭാഗിച്ചതിൽ 1 ഇവിടെ കാരണം പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന തെറ്റ്, കാരണം ശരിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. അപ്പോൾ ഇതാണ് ശരിയായ ഓപ്ഷൻ. ശരിയല്ലേ? 8 ലിറ്റർ പാലിനെ 6 കുപ്പിയിലാക്കാൻ പറഞ്ഞാൽ 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം പറഞ്ഞിരിക്കുന്നത് 8/6 എന്ന് പറഞ്ഞാൽ 6നെ 8ആയി ഭാഗിക്കുക എന്നാണോ? ഒരിക്കലും അല്ലേ. 8നെ 6ആയി ഭാഗിക്കുക എന്നല്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാരണം തെറ്റാണെന്ന്. ഇനി അടുത്തത് പ്രസ്താവനയും കാരണവും തെറ്റാണ്. അത് ശരിയല്ല. കാരണം പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഈ ഓപ്ഷൻ 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അടുത്തത് 1/3 3/5 ഭാഗം എത്രയെന്ന് ചതുരം വരച്ച് ഷെയ്ഡ് ചെയ്ത് സൂചിപ്പിക്കുക. എന്ന് ചെയ്ത് നോക്കാം നമുക്ക്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 1/3 3/5 അല്ലേ? അതല്ലേ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് 3/5 ഓഫ് 1/3 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ചിത്രം ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു ചതുരം വരയ്ക്കുക. റെക്റ്റാങ്കിൾ നല്ല ഭംഗിയായിട്ട് സ്കെയിലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് കുറച്ച് നല്ല വലിപ്പത്തിൽ വരയ്ക്കണം. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക? നമ്മൾ 1/3 ആക്കുക. ആദ്യം ഫസ്റ്റ് ഇതാണ് 1/3. 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. ദിസ് ഈസ് 1/3. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 3/5 ഭാഗം. അതായത് ഇതിനെ നമ്മൾ വീണ്ടും എന്താക്കുന്നു? 5 ഭാഗമാക്കി കട്ട് ചെയ്തു. 1 2 3 4 5 1 2 3 4 5 ഭാഗമാക്കി കട്ട് ചെയ്തു. അപ്പോൾ ഇത് മൊത്തം എത്ര പീസായി? അതേ സെയിം വലിപ്പത്തിലുള്ള എത്ര പീസ് ഉണ്ടായി? ഇവിടെ 15 പീസ് ഉണ്ടായി അല്ലേ? അതിൻ്റെ 3/5 ഭാഗം കണ്ടെത്താനായിരുന്നു ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിനകത്തുനിന്ന് എന്ത് ചെയ്യണം? 3 ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തു. 5 തുല്യ ഭാഗം ആക്കി മുറിച്ചതിൽ 3 നമ്മൾ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ആകെ മൊത്തത്തിൽ എത്ര പീസ് ഉണ്ടായിരുന്നു? ആകെ മൊത്തത്തിൽ 15 പീസ് ഉണ്ടായിരുന്നു. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തു? 3. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, 15ൽ 3 നോക്കി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും നമുക്ക് ആൻസർ? ആൻസർ ഈസ് 1 3s are 3/15. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴും നമ്മൾ വരച്ചെടുക്കുമ്പോഴും 3/15 എന്നുള്ള ഉത്തരത്തിലെത്തും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ഓപ്ഷൻ സി. 384 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ചതുരാകൃതിയായ ഒരു സ്ഥലത്തിൻ്റെ 12ൽ 5 ഭാഗം പൂന്തോട്ടമാണ് എങ്കിൽ പൂന്തോട്ടത്തിൻ്റെ പരപ്പളവ്. അത് ഈസി ക്വസ്റ്റ്യൻ. എന്ത് ചെയ്താൽ മതി? 5/12 × 384 ചെയ്താൽ മാത്രം മതി കേട്ടോ. 12ൽ 5 × 384. 12ൽ 5 × 384. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യണം. എങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുക. 12 3 36. റിമൈൻഡർ ടു 24-നകത്ത് 2 തവണ 32 × 5 എന്ന് പറയുമ്പോൾ 160 എന്ന് വരും. 160 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ നിങ്ങൾ എഴുതുക. ടീച്ചർ ഇങ്ങനെ വേഗം കട്ട് ചെയ്ത് ഞാൻ ചെയ്തു. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. 5/12 × 384 എന്ന് പറയുമ്പോൾ ഈ 384-ഉം 12-ഉം കൂടെ ഡിവൈഡ് ചെയ്ത് കാണിക്കാം. 384-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 12 3 36. 24-നകത്ത് 2 തവണ 12 2 24. റിമൈൻഡർ 0. അപ്പോൾ ആൻസർ എത്ര വന്നു? ഇതിൻ്റെ ആൻസർ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 5 × 32 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 32 × 5 ചെയ്യുക. 2 10 ശിഷ്ടം 1 3 5 15 1 16 160.
160 cm² എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ കട്ടിങ് അറിയില്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് തന്നെ ചെയ്യുക. പക്ഷേ കട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനും പാറ്റേണും എല്ലാം മാറുകയാണ്. നിങ്ങളെ വളരെ ഇൻ്റലിജൻറ്റ് കുട്ടികളാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഗുണനോ അറിയില്ല, ഹരണോ അറിയില്ല എന്നുള്ള ഭാഗത്തിലേക്ക് ചെന്ന് തടഞ്ഞ് വീഴരുത്. അപ്പം അതൊക്കെ പഠിച്ച് വേണം നമ്മൾ മുമ്പോട്ട് വരാൻ. അപ്പോൾ ടീച്ചർ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഉടനെ നിങ്ങൾക്ക് ഇപ്പോൾ ഉടൻ തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അടുത്ത 2 ക്വസ്റ്റ്യനേ ആയിട്ടുള്ളൂ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഫുള്ള് ടീച്ചറിൻ്റെ പുറകെ ഇടാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.